അതിനിർണായകമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം. പ്രത്യേകിച്ച് അമേരിക്കയും ഡൊണാൾഡ് ട്രംപുമൊക്കെ ഉറ്റുനോക്കുകയാണ് പുടിന്റെ ഈ വരവ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് ശക്തമായ 5 ലെയർ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. റഷ്യൻ പ്രസിഡൻഷ്യൽ സെക്യൂരിറ്റി സർവീസ്, കമാൻഡോകൾ, സ്നൈപ്പർമാർ, ഡ്രോണുകൾ, AI സംവിധാനങ്ങൾ എന്നിവയടങ്ങുന്ന 5 ലെയർ സുരക്ഷയാണ് പുടിനായി ഡൽഹിയിൽ ഒരുക്കിയിരിക്കുന്നത്. പുടിൻ എത്തുന്നതിന് മുന്നോടിയായി സുരക്ഷ ഉറപ്പാക്കാൻ റഷ്യയിൽ നിന്നുള്ള 50ഓളം ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരും ഡൽഹിയിലെത്തി. പുടിന്റെ സുരക്ഷാ വിശദാംശങ്ങളുടെ ആകർഷണം കവചിത ആഡംബരക്കാരായ ഓറസ് സെനറ്റാണ്. പുടിന്റെ സുഗമമായ യാത്രയ്ക്കായി മോസ്കോയിൽ നിന്നും സെനറ്റ് ഡൽഹിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം ചൈനയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദിക്കൊപ്പം സെനറ്റിൽ പുടിൻ യാത്ര ചെയ്തിരുന്നു. പുടിന്റെ സുരക്ഷയ്ക്ക് സജ്ജീകരിച്ചിരിക്കുന്ന കൺട്രോൾ റൂം എല്ലായ്പ്പോഴും ഡ്രോണുകളുടെ നിരീക്ഷണത്തിലായിരിക്കും. സ്നൈപ്പർമാർ പ്രസിഡന്റ് കൂടി എപ്പോഴും ഉണ്ടാകും. ജാമറുകൾ, AI മോണിറ്ററിംഗ്, ഫേഷ്യൽ റെക്കഗ്നിഷൻ ക്യാമറകൾ എന്നിവയും പുടിന്റെ സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. NSC കമാൻഡോകളും ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരും സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായി വിന്യസിക്കപ്പെട്ടു കഴിഞ്ഞു. പുടിൻ പ്രധാനമന്ത്രി മോദിക്കൊപ്പം ചിലവഴിക്കുന്ന സമയങ്ങളിൽ പ്രധാനമന്ത്രിയെ സംരക്ഷിക്കുന്ന ഇന്ത്യയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലെ കമാൻഡോകളും സുരക്ഷാ വലയത്തിലുണ്ടാകും. വൈകിട്ടോടെ ഡൽഹിയിലെത്തുന്ന പുടിന് രാഷ്ട്രപതി ഭവനിൽ സ്വീകരണം നൽകും. തുടർന്ന് രാജ്ഘട്ടിലെ മഹാത്മാഗാന്ധിയുടെ സ്മാരകം സന്ദർശിക്കും. വെള്ളിയാഴ്ച ഹൈദരാബാദ് ഹൗസിലെ ഉച്ചകോടിയിലും ഭാരത് മണ്ഡപത്തിലെ പരിപാടിയിലും പുടിൻ പങ്കെടുക്കും. രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഒരുക്കുന്ന വിരുന്നിലും വ്ളാദിമിർ പുടിൻ പങ്കെടുക്കും.